ഓമ്നിയിൽ വന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി എന്നുള്ള ആ ഒരു ഗ്യാതി കേട്ട ആ ഒരു സ്ലൈഡിൻ്റെ ഡോർ ERV എന്നും ഇപ്പോൾ ഫോർഡിൻ്റെ പ്രോണ്ടോ എന്ന് പറഞ്ഞ മോഡലായിട്ടും അങ്ങനെ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വണ്ടിയായിട്ട് ഈക്കോ മാറുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമസ്കാരം, നിങ്ങൾക്കറിയാവോ മാരുതി സുസുക്കി ഇന്ത്യയിൽ ഒരു മിഡ് എൻജിൻ റിയർ വീൽ ഡ്രൈവ് വണ്ടിയുണ്ട്. അതൊരു കാറല്ല, അതൊരു മൈക്രോ വാനാണ്. ഓരോ മാസവും സെയിൽസ് ആയിട്ട് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടികളിലൊന്നായിട്ട് കാണുന്ന ആ ഒരു വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഈക്കോയാണ്. വണ്ടി വന്നിട്ട് പുതിയ വീടുകളിലേക്ക് സ്വാഗതം. ഒരു സാധാരണ മിനി വാൻ, അതിനകത്ത് കാര്യമായിട്ടുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും തന്നെയില്ല. എന്നാലും എന്താണ് ഈ വണ്ടിയെക്കുറിച്ച് ഇത്ര പറയാൻ എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. വണ്ടി നിർത്താൻ പോകുന്നു, ഈക്കോ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്. ആ കാര്യങ്ങളൊക്കെ ശരി വെച്ചുകൊണ്ടാണ് മാരുതി സുസുക്കി പുതിയ K12N എഞ്ചിനുമായിട്ട് ഈ ഒരു വണ്ടി വീണ്ടും ലോഞ്ച് ചെയ്യുന്നത്, കുറച്ച് മാറ്റങ്ങളുമായിട്ട്. അപ്പോൾ AC ഉള്ള 7 സീറ്റർ 5 സീറ്റർ കോൺഫിഗറേഷനുള്ള ആംബുലൻസായിട്ടും കാർഗോയുമായിട്ട് കിട്ടുന്ന ഈക്കോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ബെയർ ബേസിക് വണ്ടിയായിട്ട് ഇത്രയും നമ്പേഴ്സ് വിൽക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചധികം പ്രത്യേകത ഉണ്ടാവുമല്ലോ. 6,20,000 രൂപയോളം ഓൺ റോഡ് പ്രൈസുള്ള ഈ ഒരു ഈക്കോയുടെ ഈ ഒരു മോഡൽ 5 സീറ്റർ AC. ഇത് CNG മോഡൽ കൂടിയുണ്ട്. CNGക്ക് എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയുടെ പുറത്താണ് ആടാവുന്നത്. 7,75,000 ആ ഒരു CNG ആ ഒരു വില എന്ന് പറയുന്നത്. ഈ വാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്കൂൾ ബസ്സായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് പല ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. AC കൂടി വന്നപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിരുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഓമ്നിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AC ഒരു മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ മാരുതി സുസുക്കി ഈക്കോയ്ക്ക് മറ്റ് പല കൺട്രികളിലും മറ്റ് പല പേരുകളാണ്. 2001 മാരുതി വേഴ്സ ആയിട്ടാണ് ശരിക്കും ഈക്കോയുടെ ജനനം എന്ന് പറയാം. 2009 വരെ ഇവിടെ വേഴ്സ ഉണ്ടായിരുന്നു. മറ്റു പല രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ എവരി പ്ലസ് എന്നും അല്ലെങ്കിൽ കാരി എന്നും ERV എന്നും ഇപ്പോൾ ഫോർഡിൻ്റെ പ്രോണ്ടോ എന്ന് പറഞ്ഞ മോഡലായിട്ടും അങ്ങനെ പലവിധമായ പേരുകളിൽ പല രാജ്യങ്ങളിലും വിറ്റ ഈക്കോ എന്ന് പറയുന്നത് ഒരിത്തിരി പ്രാക്ടിക്കലാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു യാത്രാവാഹനം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരിത്തിരി യൂട്ടിലിറ്റി ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് കൂടിയാണ്. എനിക്ക് ഈക്കോയുടെ ഇഷ്ടപ്പെട്ട പേരുകൾ ഒന്നെന്ന് പറയുന്നത് ലാൻഡി എന്നുള്ളതും ഒന്ന് മാസ്റ്റർ വാൻ എന്നുള്ളതാണ്. ഈ രണ്ട് പേരുകൾ ശരിക്കും ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ജപ്പാനിലെ കാറുകളുടെ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ് ഈക്കോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈക്കോയുടെ ബോണറ്റ് കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ ഉണ്ടൊക്കെ തോന്നും. പക്ഷേ എഞ്ചിനൊന്നും ഇതിനകത്തല്ല, ഇതൊരു മിഡ് എഞ്ചിനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രൂപത്തിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലിയറൻസ് ഹെഡ്ലാമ്പ് ബൈ എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു പറയാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹൈടെക് ആയിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒന്നുമില്ല. പവർ വിൻഡോസ് ഇല്ല, അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ല. പക്ഷേ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എയർ ബാഗ്, ABS പോലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പറയാവുന്ന പുതുമകൾ. 10 ലക്ഷം വണ്ടികളോളം നിരത്തിലുള്ള ഈക്കോയുടെ ഡിസൈനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റുള്ള കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ സ്ലൈഡിങ് ഡോറാണ്. ഓമ്നിയിൽ വന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി എന്നുള്ള ആ ഒരു ഗ്യാതി കേട്ട ആ ഒരു സ്ലൈഡിങ് ഡോറ് നമുക്ക് ഈക്കോയിലും കാണാം. സീറ്റുകളൊക്കെ സാധാരണ ഒരു സീറ്റാണ്, റെക്സിനിലടിച്ച ഒരു സീറ്റാണ്. കാര്യമായിട്ട് ഫാൻസി ആയിട്ടൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു 5 സീറ്ററും 7 സീറ്ററും ഉണ്ട് എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് 5 സീറ്റർ മോഡലാണ്. ഇപ്പോൾ ഇതിന് ഓൾട്ടോയുമായിട്ട് ചില സാമ്യതകളുണ്ട്. ഓൾട്ടോയുമായുള്ള സാമ്യം എന്ന് പറയുന്നത് പുതിയ ഓൾട്ടോ എന്നല്ല, പഴയ ഓൾട്ടോ ആയിട്ടാണ്. ഈ ഫേഷ്യയ്ക്കും അല്ലെങ്കിൽ AC കൺട്രോൾസിനും ഇപ്പോൾ എല്ലാം തന്നെ പഴയ ആ ഒരു ഓൾട്ടോയുടെ സാമ്യതയുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലച്ച് അല്ലെങ്കിൽ ലൈറ്റ് ക്ലച്ചും ഈ ഒരു കേബിൾ ഓപ്പറേറ്റർ ഗിയർ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ എല്ലാം അനലോഗ് ആണെന്നുള്ളത് ഇപ്പോൾ പവർ വിൻഡോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വേണം ആ ഒരു വൈൻഡ് ചെയ്ത് കയറ്റാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ പൊസിഷൻ ഇപ്പോൾ പുതിയ ഒരു മോഡലായി വന്നപ്പോൾ ഒരു ചെറിയ മാറ്റം കണ്ടു. കൂടാതെ ഈ മീറ്റർ ക്ലസ്റ്റർ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ മീറ്റർ ക്ലസ്റ്ററിനകത്ത് ചെറിയ ഇൻഫർമേഷൻ ഉള്ളൂ, എന്നാലും ഒരു ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് പറയാം. അപ്പോൾ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വാനാണിത്. ആ യൂട്ടിലിറ്റി കൂടെ AC കൂടി ഉണ്ടെന്നാണ് ലക്ഷറി. അപ്പോൾ AC ഉള്ള ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഓമ്നിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അജഗജാന്തരം എന്ന് പറയാം. പക്ഷേ വേഴ്സയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഫീച്ചേഴ്സ് കുറവാണ്. വേഴ്സ് കുറച്ചുകൂടി കാർ ലൈക്കായിരുന്നു, അത് ഫീച്ചേഴ്സ് കൂടുതലായിരുന്നു. പക്ഷേ ഈക്കോ ആയപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചു. ഫോർ എക്സാമ്പിൾ ഇതിന് ഡോർ പാഡൊക്കെ സാധാ ഡോർ പാഡാണ്. സീറ്റ് ബെൽറ്റൊക്കെ സാധാ സീറ്റ് ബെൽറ്റ്. ഇതിന് ഹെഡ് റെസ്റ്റിന് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമല്ല, സാധാ ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റാണ്. സീറ്റൊക്കെ തിന്നാണ്. എന്നാലും എനിക്ക് തോന്നുന്നു 6,20,000 രൂപ കൊടുത്തൊരു വാൻ മേടിക്കുന്ന ആൾക്ക് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവർ മേടിക്കുള്ളൂ. കാരണം ഇതിൻ്റെ യൂസ് കേസ് സ്പെഷ്യലാണ് എന്നുള്ളത് പറയാം, മഹീന്ദ്ര ബൊലേറോയൊക്കെ പോലെ. ഈ സ്റ്റിയറിംഗിന് മാറ്റമുണ്ട്. ഇത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. നമ്മൾ ഓൾട്ടോയിൽ കണ്ട ആ സ്റ്റിയറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരിത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതായത് ചെറിയ ഒരു പാഡ് പോലെ കൊടുത്ത ഭാഗത്ത് കുറച്ച് ആ ഒരു ഹണിക്കോം പാറ്റേൺ കൊടുത്ത് വെറുതെ ചുമ്മാ ഡിസൈനായിട്ട് പറയാം. മീറ്റർ ക്ലസ്റ്ററും ഓൾട്ടോയുടെ മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ്, ഡിജിറ്റലാണത്. ഒരു MID ഉണ്ട്, അത്യാവശ്യം വേണ്ടുന്ന ഡീറ്റെയിൽസ് മാത്രമുള്ള ഒരു MID ആണ്. ട്രിപ്പ് Aയും Bയും ആ ഒരു ഓഡോമീറ്റർ മാത്രമുള്ള ഒരു MID ആണ്. അതിനകത്ത് ടെയിൽ ലെൻസിൻ്റെ ഒരു കാര്യം കൂടാതെ ആ ഒരു ഫ്യൂൽ മീറ്ററും കാണാം, വേറെ ഒന്നും തന്നെയില്ല. ഇനി ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഈ വീലിൻ്റെ സംഗതികളൊക്കെ നിൽക്കുന്നത്, സസ്പെൻഷൻ്റെ ആ ഒരു കുറ്റി നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ
ചെറിയ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. ബെയർ ബേസിക് ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി കാണിക്കുന്നതാണ്. കൂടാതെ ഇവിടെ കണ്ടോ ഈ ഒരു പാഡ് ഒന്നുമില്ല, ബോട്ടിൽ ഹോൾഡർ ഒന്നുമില്ല, ലക്ഷറി ഒന്നും തന്നെ ഇല്ല. ഇനി എൻ്റെ ബോണറ്റിനകത്ത് എന്താ അറിയോ, ബോണറ്റിനകത്തല്ലല്ലോ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല. ഈ ബോണറ്റിനകത്ത് നമുക്ക് ആ ഒരു ഗ്ലാസ് വാട്ടിയുന്ന ആ ഒരു ടാങ്കും കൂടാതെ ഇവിടെ എഞ്ചിൻ കൂടേണ്ട കാര്യം കാണാം. പുതിയതായിട്ട് കണ്ട കാര്യം എന്ന് പറയുന്നത് ABS സെൻസറിൻ്റെ ആ ഒരു യൂണിറ്റാണ്. അത് ABSൻ്റെ യൂണിറ്റാണ്. ഈ ABS യൂണിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുതിയ റെഗുലേഷൻ വന്നപ്പോൾ ABS എയർ ബാഗും സെൻസറൊക്കെ നിർബന്ധമായപ്പോൾ അതും ഈക്കോയിൽ വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഓംനി ഇല്ലാണ്ടാവാൻ ഒരു കാരണം ഈ ഒരു റെഗുലേഷൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവ കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമല്ലോ. ഇത് ഒരു 5 സീറ്റർ കോൺഫിഗറേഷനാണ്. എനിക്ക് തോന്നുന്നു കാറ്ററിംഗ് സർവീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ പറ്റിയ ഒരു കോൺഫിഗറേഷനാണത്. അത്യാവശ്യം വേണമെങ്കിൽ യാത്രയും ചെയ്യാം, അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും പറ്റും. പക്ഷേ ആ സീറ്റ് ഫിക്സഡ് ആണ് കേട്ടോ, അത് മറച്ചിടാൻ പറ്റില്ല. അത് മറച്ചിടാൻ കൂടി പറ്റാം, പകരം അത് ഊരിക്കളയാൻ പോലും ചെയ്യാറില്ല. ഞാൻ നമ്മുടെ അവിടെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അവർക്ക് 7 or 6 ഒരു ഈക്കോയൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സീറ്റ് ഊരിക്കളഞ്ഞിട്ടാണ് അതിനകത്ത് ലഗേജ് കയറ്റുന്നത്. അതല്ലെങ്കിൽ ആ ഒരു കാർഗോ മോഡൽ കൂടി ഉണ്ട് വേണമെങ്കിൽ. പക്ഷേ കാർഗോ മോഡലിന് ഈ ഒരു ലക്ഷറി ഇല്ല. ഹൈബ്രിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് കാർഗോ കൊണ്ടുപോകാനും അതല്ലെങ്കിൽ യാത്ര ചെയ്യാനും രണ്ടിനും കൂടി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വണ്ടി കൂടിയാണ് ഈ ഒരു 5 സീറ്റർ ഈക്കോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിരത്തിലിറങ്ങിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള രൂപമാറ്റമില്ലാത്ത വണ്ടികൾ വളരെ കുറവാണ്. അതിലൊന്നായിട്ട് നമുക്ക് ഈക്കോനെ കാണാം. ഇപ്പോൾ ഈക്കോയുടെ പ്രഡസസറായിട്ടുള്ള വേഴ്സയുമായിട്ട് ഈക്കോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. വെട്ടിക്കുറച്ച ഒരു വണ്ടി അല്ലെങ്കിൽ വേഴ്സ എന്നൊക്കെ ഈക്കോയെ വിളിക്കാം. കാരണം ഫീച്ചേഴ്സിൻ്റെ ഒരു കുറവാണ് ശരിക്കും ഈക്കോയിൽ കാണാൻ പറ്റും. 10 ലക്ഷം വണ്ടികൾ വിറ്റൊന്നും മാസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടികൾ ഒന്നായിട്ട് ഈ ഒരു ഈക്കോ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും യൂട്ടിലിറ്റികൾ ആളുകൾക്ക് ആവശ്യമുണ്ടെന്ന് തന്നെയല്ലേ. ശരിക്കും നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടിയെ കാണാം. ഒരു സാധാരണക്കാരുടെ വണ്ടി വേണം, ഒരു ചെറിയ ബിസിനസ്സിന് കൂടി യൂസ് ചെയ്യണം, വീട്ടിൽ കാറായിട്ട് യൂസ് ചെയ്യണം, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വണ്ടിയായിട്ട് ഈക്കോയെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്കൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു പുതിയ എഞ്ചിൻ്റെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മൈലേജും കൂടി ഉണ്ടത്രേ, നോക്കാം. ഈക്കോ ഓടിക്കുമ്പോൾ എനിക്ക് ശരിക്കും ട്രാവൽ ബാക്ക് ഇൻ ടൈം എന്നുള്ള ഫീലാണ്. ഇപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടികൾ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ അല്ലെങ്കിൽ അങ്ങനെ പലവിധமான വണ്ടികൾ ഓടിച്ചിട്ടാണ് നമ്മൾ ഈക്കോയ്ക്ക് കയറുന്നതെങ്കിൽ നമുക്കൊരിക്കൽ ആ ഒരു ഫീൽ എന്താ അറിയോ, നമുക്ക് കിട്ടുന്ന ഫീല് ശരിക്കും കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ എന്നുള്ളതാണ്. ഇതിന് പവർ സ്റ്റിയറിംഗ് ഇല്ല, നമ്മുടെ പവർ തന്നെയാണ് വണ്ടിയുടെ പവർ. പക്ഷേ ഗിയർ ഷിഫ്റ്റ് നല്ല രസം കേട്ടോ. ക്ലച്ച് ഒരു ലൈറ്റാണ്, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റോടാണ് എനിക്ക് കുറച്ചുകൂടി ഇതിനെ അങ്ങോട്ട് സാധൂകരിക്കാൻ പറ്റുക. അതായത് ഒരു വീട്ടിലൊരു വണ്ടി വേണം, എന്നാൽ ആ വണ്ടി ഒരു ഇത്തിരി യൂട്ടിലിറ്റി കൂടി ആവണം, ചെറിയൊരു ബിസിനസ് കൈൻഡ് ഓഫ് കാര്യങ്ങളും ഉണ്ട്, എന്നാൽ യാത്രയും ചെയ്യണം, അങ്ങനെയുള്ള ഒരു മൈൻഡിലുള്ള ആളുകൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഈക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രൈസ് എന്ന് പറയുന്നത്, കാരണം 6,20,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടിയുടെ AC മോഡലാണ് കേട്ടോ, ഈ ഒരു മോഡൽ. അങ്ങനെ പറയുമ്പോൾ ഓൾട്ടോ കേട്ടനും എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു പ്രൈസാണ്. അപ്പോൾ യൂസ് കേസ് മാറി. പിന്നെ K12 എഞ്ചിൻ ആയപ്പോൾ ഡ്യുവൽ ജെറ്റ് ആയപ്പോൾ ഇതിൻ്റെ മൈലേജ് കൂടിയിട്ടുണ്ട്. മുമ്പ് മൈലേജ് തീരെ കുറവായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് 19 കിലോമീറ്ററാണ്. 19 കിലോമീറ്റർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എങ്ങനെ ഓടിച്ചാലും ഒരു 14-15 മാരുതിയല്ലേ കിട്ടാൻ പറ്റും. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ഓംനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓംനിയുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഓംനിയൊക്കെ സേഫ് ആണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. സേഫ് അല്ല എന്ന് തോന്നാറുണ്ട്. കാരണം അതിൻ്റെ ഫ്രണ്ട് എൻഡ് നേരെ ആ ഒരു മുമ്പിൽ നമുക്ക് കാണാം, മുമ്പിൽ ആ ഒരു ബോണറ്റില്ല. ഇതിന് പേരിനെങ്കിലും ഒരു ബോണറ്റ് ഉണ്ട്. മാത്രമല്ല ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്. ABS എയർ ബാഗ് കാര്യങ്ങളൊക്കെ ശരിക്കും ഗുണമാണ്. പാർക്കിംഗ് സെൻസർ പോലെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ള ഗുണമായിട്ട് കാണാം. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയുന്ന കാര്യം എന്നത്, ഒന്ന് ഉയർന്നിരുന്ന് ഓടിക്കുന്ന ഒരു വലിയ SUV കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് പോസ്റ്റുള്ള വണ്ടിയാണ് ഈക്കോ എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ റെസ്പോൺസ് ആട്ടോ. ഇതിന് 80 PS പവർ ഉണ്ട്. 80 PS പവറും 103 Nm ടോർക്ക് കൊണ്ടുള്ള. അപ്പോൾ ഈ പവർ ടോർക്ക് ഫിഗർ വെച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ കാല് കൊടുത്താൽ വണ്ടി ഇങ്ങനെ കയറി അങ്ങ് പോവും. 100 കിലോമീറ്റർ സ്പീഡൊക്കെ സുഖമായിട്ട് ഓടിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡുകളൊക്കെ പ്രശ്നമാണ്. തിരിവൊക്കെ കണ്ടാൽ നമുക്ക് ടെൻഷനാവും, അയ്യോ മറിയോ എന്നുള്ള പേടിക്കുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നും ഒരു വിഷയമായ കേസല്ല. കാരണം ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത് നോക്കിയിട്ടാണല്ലോ വണ്ടി മേടിക്കാം. ഇപ്പോൾ ഇതുപോലുള്ള നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു വണ്ടി വേണം, വീട്ടിൽ ഓട്ടങ്ങൾ മാത്രം മതിയെങ്കിൽ കാറ് മതി. പക്ഷേ അതല്ല, ഇടയ്ക്കൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കയറ്റി കൊണ്ടുപോകണം. ഇപ്പോൾ വീട്ടിലേക്ക് വല്ല സാധനങ്ങളും മേടിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫർണിച്ചർ വേണം, ഒരു ഫ്രിഡ്ജ് കയറ്റി കൊണ്ടുവരണം, അങ്ങനെയുള്ള ഒരു യൂസ് കേസുകളൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈക്കോ എന്നുള്ളത്. ഈ വണ്ടി തീർത്തും യൂട്ടിലിറ്റേറിയനാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ലക്ഷറി ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് പവറിൻ്റെ പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഓംനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് AC ഉണ്ട് എന്നുള്ളതാണ്. AC എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ AC ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഈക്കോ വാങ്ങിക്കഴിഞ്ഞാൽ AC കാര്യം അങ്ങ് സെറ്റായി. പിന്നെ AC വണ്ടി അത്യാവശ്യം ഒരു ഫൺ കിട്ടുന്നൊരു വണ്ടി എന്ന നിലയ്ക്കും ഈക്കോയെ കാണാം. കുറവായിട്ട് നമുക്ക് വേണമെങ്കിൽ പവർ സ്റ്റീറിംഗിൻ്റെ കാര്യമൊക്കെ പറയാം. പക്ഷേ പവർ സ്റ്റീറിംഗിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എഞ്ചിൻ മിഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കാര്യമായിട്ട് വെയിറ്റ് ഇല്ല. പിന്നെ ഈ 13 വീൽ എന്ന് പറയുമ്പോൾ റൈഡ് കാൾട്ടൊന്നും കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, കാര്യങ്ങൾ നടക്കുന്നൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ എപ്പോഴും പ്രൈസ് നമ്മുടെ പോയിന്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ
കിട്ടാവുന്ന കാശിന് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി വാങ്ങുക എന്നുള്ള ലക്ഷ്യമുള്ള ആളുകളായിരിക്കും മിക്കവാറും ഈക്കോയുടെ കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിൽ എന്തായാലും കൂടുതലാണ്. കാരണം ആ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ നല്ലതാണ്. ഇതിന് ടാക്കോമീറ്റർ ഇല്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു RPM കാര്യങ്ങളും നമുക്ക് പറയാൻ വേണ്ട. പക്ഷേ കാല് കൊടുത്താൽ വലിച്ചു കയറി പോകുന്നുണ്ടെങ്കിൽ തോന്നുന്നു ലോ എൻഡ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. മിഡ് റേഞ്ചും വലിയ കുഴപ്പമൊന്നുമില്ല. ടോപ്പ് എൻഡ് നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം ഈക്കോ അങ്ങനെ ടോപ്പ് എൻഡ് നോക്കുന്ന വണ്ടികളല്ല. മിററുകൾ ഒരിത്തിരി പ്രശ്നമായിട്ട് തോന്നി. കാരണം മിററുകൾക്ക് ഒരിത്തിരി കൂടി ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. മാരുതി എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഇതിനകത്ത് മാറ്റുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സ്ട്രക്ചറിലായിട്ടുള്ള ചേഞ്ചസ് വേണ്ടാത്ത കുറച്ച് ഫീച്ചേഴ്സ് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഗുണമായിട്ട് ആളുകൾക്ക് അത് യൂസ് ചെയ്യാന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ ശരിക്കും കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നില്ലേ? വാങ്ങിക്കഴിഞ്ഞ ശേഷം തോന്നുന്നവരാണ്. ഏത് വണ്ടി വാങ്ങിയാലും കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തോന്നില്ലേ? ആ ഒരു കാര്യത്തിൽ ഒത്തിരി കുറവുകൾ തോന്നി. പക്ഷേ CNG ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിത്തിരി എക്കണോമിക്കലായിട്ട് ഓടിക്കാം. അതല്ല, പെട്രോൾ മതിയെങ്കിൽ ഈ ഒരു വണ്ടി മതി. മൈലേജ് ഒരു വിഷയമൊന്നുമില്ല. കാരണം ഓട്ടം കുറവൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 14-15 റീസണബിൾ ആയിട്ടുള്ള മൈലേജാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ള ഈക്കോ എന്ന് പറയുന്നത് അന്ന് ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞ കാര്യമുണ്ട്. ഈക്കോ നിർത്തി എന്ന് പറയുന്നത്. പക്ഷേ ഈക്കോ വീണ്ടും വന്നിട്ടുണ്ട്. ഈക്കോ വീണ്ടും വന്നത് പുതിയ എഞ്ചിനുമായിട്ടും പുതിയ കാര്യങ്ങളുമായിട്ടാണ്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിന് വന്ന മാറ്റമാണ്. K12 എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഡുവൽ ജെറ്റ് ആണെന്നുള്ളതാണ്. മറ്റേ എല്ലാ വണ്ടികളും പോലെ അത് ഫ്യൂവൽ എഫിഷ്യൻസിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വണ്ടിയായിട്ട് ഈക്കോ മാറിയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ യൂസ് കേസ് നോക്കുമ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാൻ, ഒരു മൈക്രോ വാൻ നിലയ്ക്ക് ഈക്കോ മേക്ക് സെൻസ്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.